ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇന്നൊരു കപ്പയും ബീഫും ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്ന്. കപ്പ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ബീഫ് നല്ലതുപോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല 2-3 വെള്ളത്തിലായിട്ട് കഴുകിയെടുത്ത ബീഫ് കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിലോട്ട് കുക്കർ വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല വിസിൽ കേട്ടിട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിക്കാനായിട്ട് കപ്പ അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കപ്പ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കപ്പ ഒന്ന് കഴുകിയതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിലോട്ട് അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ തിളച്ച് കിട്ടി. കുറച്ച് സമയം എടുത്തു കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. ആ സമയം കൊണ്ട് അപ്പോഴത്തേക്കും കപ്പ വെന്ത് കിട്ടി. ആ സമയം കൊണ്ട് ഞാൻ അതെടുത്തിട്ട് അതിനകത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കപ്പ ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ലതുപോലെ ഉടച്ചെടുക്കുക. എനിക്കിങ്ങനെ ഉടച്ചെടുത്ത് വലിയ പരിചയമൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഉള്ളത് വെച്ചിട്ട് എങ്ങനെങ്ങാണ്ടൊക്കെ ഉടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വെണ്ണയുടെ കണക്ക് ഉടച്ച് എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ബീഫ് കറി വെക്കാനായിട്ട് ഞാൻ മറ്റൊരു അടുപ്പിലേക്ക് ഉരുളി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഉരുളി ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി തോനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ കൊച്ചുള്ളി, സവാള, പച്ചമുളക് ഇത്രയാണ് എടുത്തേക്കുന്നത്. അതും കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ തോനെ എടുത്തേക്കുന്നത് കൊച്ചുള്ളിയാണ്. പക്ഷെ കൊച്ചുള്ളി സവാളയുടെ അത്രയും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല സവാളയാണോ കൊച്ചുള്ളി എന്നുള്ളത്. അപ്പം സവാള ഞാൻ തോനെ എടുത്തേക്കുന്നത്. അത്രയും വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചതച്ചാണ് എടുത്തത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി തട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പൊടികൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇത്രയാണ്. ഞാൻ മഞ്ഞൾ ബീഫിൻ്റെ കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് മഞ്ഞൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും പൊടികളും കൂടി നമുക്കിതിനകത്തേക്ക് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി തട്ടിയിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്ന് വേവട്ടെ അത് ബീഫ്. ആ വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഞാൻ പക്ഷെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായ ബീഫ് കറി വേറൊരു ബൗളിനകത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേറൊരു ബൗളിലേക്ക് ബീഫ് കറി മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ കപ്പയും നല്ല ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് എല്ലാം ഒന്ന് മാറ്റി വിളമ്പാം കേട്ടോ. ആദ്യം ഞാൻ നമ്മുടെ കപ്പ വേവിച്ചത് കുറച്ചെടുക്കുന്നുണ്ട്. വളരെ കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കപ്പ വിളമ്പി അതിനുശേഷം നമ്മുടെ നല്ല അടിപൊളി ബീഫ് കറിയില്ലേ അതും കൂടി നമുക്ക് കപ്പയുടെ മുകളിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ബീഫ് കറി ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. തൈര്, തക്കാളി, സവാള, ക്യാരറ്റ്, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ നമ്മുടെ സാലഡ് റെഡി ആക്കിയിട്ടുണ്ട്. അതും കൂടി ഞാൻ ഈ സൈഡിലോട്ട് വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഇത്രയും കൂടി കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. പിന്നെ കാണാം.